വഖഫ് ഭേദഗതിയുമായി ബന്ധപ്പെട്ട JPC റിപ്പോർട്ട് ബജറ്റ് സമ്മേളനത്തിന് മുൻപ് സമർപ്പിക്കാൻ നീക്കം. കരട് റിപ്പോർട്ട് നാളെ നിയമപരിശോധനയ്ക്ക് അയക്കുമെന്ന് സമിതി അധ്യക്ഷൻ ജഗദാംബിക പാൽ അറിയിച്ചു. JPC യോഗം ഇന്നും നാളെയും ഡൽഹിയിൽ ചേരും. യോഗം മാറ്റിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷാംഗങ്ങൾ നൽകിയ കത്ത് പരിഗണിച്ചില്ല. വിനിത വിജയ് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും. വിനിത, ഡൽഹി തെരഞ്ഞെടുപ്പിന് മുമ്പ് വളരെ പെട്ടെന്ന് നീക്കങ്ങളിലേക്ക് കടക്കുക എന്നതാണോ കേന്ദ്രത്തിന്റെ ആലോചന? തീർച്ചയായും ഹാഷ്മി, ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ഇപ്പോൾ ഈ JPC സംയുക്ത പാർലമെന്ററി സമിതി യോഗം ആരംഭിച്ചിരിക്കുകയാണ്. പാർലമെന്റ് മന്ദിരത്തിലാണ് യോഗം ഇപ്പോൾ പുരോഗമിക്കുന്നത്. പ്രതിപക്ഷ അംഗങ്ങളും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ തന്നെ ഇന്നും നാളെയുമായാണ് ഈ യോഗം നടക്കുന്നത്. ഈ യോഗം മാറ്റിവെക്കണമെന്ന് പ്രതിപക്ഷ അംഗങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ മാസം 30-31 യോഗം മാറ്റിവെക്കണമെന്നായിരുന്നു ആവശ്യപ്പെട്ട് പ്രതിപക്ഷ അംഗങ്ങൾ കത്ത് നൽകിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ പ്രതിപക്ഷത്തിന്റെ ആവശ്യം പരിഗണിക്കപ്പെട്ടിട്ടില്ല. ഇപ്പോൾ ഈ യോഗം പുരോഗമിക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ വഖഫ് JPC റിപ്പോർട്ട് അത് ബജറ്റ് സമ്മേളനത്തിന് മുൻപായി സമർപ്പിക്കാനാണ് ഈ നീക്കം നടക്കുന്നത്. ഇതിൽ 20 വഖഫ് ബോർഡുകൾ ഉൾപ്പെടെ 24 തൽപര കക്ഷികളുമായി ചർച്ച നടത്തിയിട്ടാണ് ഈ റിപ്പോർട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ റിപ്പോർട്ട് തയ്യാറാണെന്നും ബജറ്റ് സമ്മേളനത്തിൽ ഈ റിപ്പോർട്ട് വയ്ക്കുമെന്നും സമിതി അധ്യക്ഷൻ ജഗദാംബിക പാൽ അറിയിച്ചിട്ടുണ്ട്. കരട് റിപ്പോർട്ട് നാളെ നിയമപരിശോധനയ്ക്ക് അയക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അന്തിമ അംഗീകാരം നൽകാനുള്ള യോഗം ജനുവരി 27-നായിരിക്കും ചേരുക. ബജറ്റ് സമ്മേളനത്തിന്റെ അവസാന ദിവസം വരെയാണ് JPCയുടെ കാലാവധി. ഹാഷിം. ഓക്കെ, വിനിത വിജയാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.